ഇവലിങ്ങനെ തുള്ളിക്കളിച്ച് പോണത് എങ്ങോട്ടാന്നറിയാം. പറഞ്ഞു കേട്ടോ, തുള്ളിക്കളിച്ച് ഡോറൊന്നും തുറക്കാതെ വണ്ടി കയറി കുത്തി നിൽക്കണം. ഡോറിന് അപ്പൊ ഗൈസ് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി പോവാണ്. ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണ്? കുളിക്കാൻ അവിടെ സ്ഥലമല്ല ഇട്ടുണ്ട്, വഴി ചാടി കുളിക്കാൻ പോവാണ്. അപ്പൊ എൻസമോൾ ഉണ്ട് കേട്ടോ വണ്ടിയില്. മറ്റോലൊക്കെ മുന്നിൽ പോയിക്കണ്, താത്തിയും മക്കളൊക്കെ എല്ലാരും ഉണ്ട്. മറ്റൊരു വണ്ടിയിലാണ് ഓല് ആദ്യം പോയിക്കണ്. ഞങ്ങൾ അവിടുന്ന് നെല്ലിക്ക പറമ്പെന്ന് എത്തിയപ്പത്തിന് ഓല് ഇറങ്ങിക്കണു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി അവിടെ എത്തിയിട്ട് കാണാം. എങ്ങടാ പോണ്? പോയിക്കോ കൊയ്ക്ക്. അപ്പൊ ഗായ്സ് മുന്നിൽ പോയാൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടോ, മുന്നിൽ പോണ്ടോല് ഓല അട്ടിപ്പിടിച്ചു. അതാണ് ഓല് കാണിച്ചേരാ ആട്ടി പിടിച്ചണം. എന്താ ബബനെ അടി തല്ലട്ടെ? എന്താണ് സൗണ്ട് കേക്കാത്തെ? എന്താ അതാരാ? എന്താ മോളെ ആ വണ്ടിയിലാരാ? എന്റെ ബെച്ചിയോ? ഏയ് അന്റെ ബെച്ചിന്നല്ലേ, വേറെ വണ്ടിയാ. ഇവിടെ കടി കയറിക്കൊണ്ടോ, ബേക്കറി എന്തെങ്കിലും മേടിച്ചാന്നിറങ്ങാണ്ട്. മറ്റേ കുളിക്കുന്ന സമയത്ത് ബേക്കറി ഒക്കെ അതെ രസം. ബേക്കറി ഒക്കെ മേടിച്ചിട്ട് പോയി കൊടുക്കണ്ടോ? ഇപ്പൊ തന്നെ പഠിച്ചണോ? എന്ത്? അപ്പൊ നിങ്ങക്ക് നോക്കിയോ ഞായറാഴ്ച എന്താണ്ട് എന്താണ് മോത്തൊക്കെ? എന്താ ഫോട്ടോ കൊടുക്കണോ? ഫോൺ കൊടുക്കുന്നില്ലേ? അടിയിലൊന്നും ഉറങ്ങിച്ചില്ലേ? പോണ്ടാന്ന് അവരോട് പറഞ്ഞില്ലേ? വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിടാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ കുട്ടി തന്നെയാണ് അല്ലേ? വ്ളോഗൊക്കെ പറഞ്ഞു വൈറലാവില്ലടാ. ഇല്ലടൂല ആ കുട്ടികൾക്ക് ഞാൻ വീഡിയോ ഇടുന്നുള്ള പേടി. വണ്ടികൾ പോലും അവിടെ നിർത്തിടാൻ പറഞ്ഞിട്ട് വണ്ടികൾ മുന്നിട്ട് വന്ന് ഇവിടെ വണ്ടികൾ തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. ആ കുട്ടികൾ പറഞ്ഞത് ശരിയാണ്. കുട്ടികൾ പറഞ്ഞു ഇവിടെ തിരക്കാക്കാരം, വണ്ടികൾ ബ്ലോക്കാക്കാരം എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾ ശരിഞ്ഞിനി അത് വണ്ടികൾ നിർത്തിയിട്ടുണ്ടാകുന്ന കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷേ ആൾക്കാരെ കേൾക്കാതെ വണ്ടികളായിട്ട് പോരുമ്പോ ഇത് പറഞ്ഞത് ശരിയാണ്. ഇവിടെ പെരും ബ്ലോക്കാണേ. പെട്ടെന്നില് ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടോ. അവിടെ ഇങ്ങനെ ഒന്ന് കൈയോട്ട് കാണിച്ചു തരുന്നുണ്ട്. കാണിച്ചു തരാം ആരൊക്കെയത്. ആ കുഞ്ഞുകുട്ടിയിട്ട് പാടോള് വന്നിട്ടു ആരൊക്കെ എങ്ങനെയുണ്ട് ഇത്? ഇരുന്നിറക്കാല്ലേ അവിടേക്ക് പോയി മോന്റെ പൊത്തിക്ക് മോളെ ഇതിനൊക്കെ കൊണ്ടിട്ടോ. കൂട്ടിലങ്ങാടി പോയി പോവാൻ നിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കൊടുത്തതാണ്. മറ്റേ ആ ചോപ്പ് ഫ്ലാഗ് പോകും പോയാ ഇതിന്റെ ഡ്രസ്സോ കാണി. ഇതേ ആരും ഉണ്ടാവില്ല. അതിന്റെ ഡ്രസ്സൊന്നും നല്ല ഇടാതെ വന്നു. ആരും ഇട്ടിട്ടില്ല, വേറെ കാര്യം. ഇതിന്റെ ഡ്രസ്സ് പ്രത്യേകിച്ച് നോക്കിക്കോളി ഗൈസ്. ഇവിടെ പോയിന്ന് കുറെ നേരം വരിക്ക് നിന്നിട്ട് ഞങ്ങള് നേരെ ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോന്നിട്ട് ഇവിടെ എത്തി. ഇവിടെ എത്തിയേക്കുമ്പോ അവസ്ഥ. ആ ഓർക്കനെ പറയും പോണോലൊക്കെ പോയിക്കോട്ടെ. സംഭവം നല്ല രസാണ്, പക്ഷെ ആള് കൂടുതലാണ്. അതെ അപ്പൊ റീലിട്ട് കാട് വൈറലായില്ലേ? അപ്പൊ എല്ലാരും ഇവിടെ സംഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ എല്ലാരും വന്നു. നമ്മളതോടല്ലാന്ന് അതാക്കണോ മൂഞ്ചിയിലെ നെതിട്ട് വള്ളത്തിൽ ഇറങ്ങിക്കണോ. ഹൈദ്രാക്കും അതാ കുട്ടികളതാ. എന്ത് വിധി ഇത് ഇവിടെ അവിടെ മേലെ നിന്ന് കുറച്ച് ആൾക്കാർ കാണിച്ചു തരാം. അവിടെ വലിയൊരു പറമ്പെന്ന് ആൾക്കാർ കാണുന്നു. എല്ലാരും ഉണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്. എന്താണ് കാട്ടുന്നത്? ഇതുണ്ടോ? ഇതിലൊക്കെ കാണി
ഒരാളുടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ കാണാൻ പറ്റണില്ല. അങ്ങനെ വെള്ളത്തിച്ചാട്ടം കഴിഞ്ഞാണ്ട് ഇതാ മക്കൾസൊക്കെ കയറിട്ടോ വെള്ളത്തിൽ നിന്ന് കയറി. പിന്നെ ഞങ്ങള് വണ്ടിക്ക് നടന്ന് അങ്ങോട്ട് അതുവരെ പോണ്ടേ. അപ്പൊ ഇവരൊക്കെ അവിടുന്ന് ചെന്ന് മാറ്റാറുണ്ട്. അങ്ങനെ നന്നീമ തന്നെ പോന്നിക്കണം. ആശി പിന്നെ അവിടുന്ന് ആശിയുടെ ട്രൗസർ മാത്രം നന്നിട്ടുണ്ടായിരുന്നു. ആശി അങ്ങനെ ട്രൗസർ മാറ്റിയിട്ട് ഗായ്സ് ഒരു പടക്കാള് പോകണില്ലേ. എല്ലാരും അവിടുന്ന് വള്ളത്തിൽ ചാടി പോകണം. ഞങ്ങളൊന്നും വള്ളത്തിൽ ചാടിയില്ല കേട്ടോ. ആ വെള്ളം കാണുമ്പോൾ ചാടാൻ തോന്നില്ല. ഞാൻ സംഭവത്തിലുണ്ടല്ലോ ഇവിടുക്കാ വരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പോരൂലായിരുന്നു. റീല് കണ്ട് വൈറലായി എല്ലാവരും വരുന്നവരാണ് കേട്ടോ. ഇപ്പോഴും വണ്ടികൾ വന്നിട്ടൊന്നുമില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇരുന്നിരക്ക് പോണണ്ട ഗൈസ്. ഊട്ടിക്ക് വന്ന പോലെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് വന്നതാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ. മൂഞ്ചി കരുതിയ പോലെ ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ അങ്ങോട്ടല്ലാന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചു. റീല് കണ്ടിട്ട് വൈറലായിക്കണു ആ സ്ഥലം. എന്താണ് എന്ത് ഡാമാണ്? ഡാമോ എന്തോ ഒരു ഡാമേ, ഏലംകുളത്തുള്ള ഡാം. ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയിട്ടാണ് തേലകുളാണെന്ന് തന്നെ അറിയുന്നത്. ഇഷ്ടം. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പോന്നുട്ടോ. ബാങ്ക് ഇപ്പൊ കൊടുത്തു, പോലും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് എത്തിട്ടോ. ഞങ്ങൾ സത്യത്തിൽ കൂട്ടിലങ്ങാടിപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇദ്രാക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങോട്ട് പോകാൻ ഇറങ്ങാണ്ട് ഞങ്ങൾ വിളിച്ചത്. സത്യത്തിൽ എല്ലാവരും ആ റീല് കണ്ടിക്കണു. പക്ഷെ പോണത് അങ്ങോട്ടാണോ എന്നുള്ളത് അറിഞ്ഞില്ല. ഏലംകുളത്തേക്കാണുള്ളത് അവന് വേറെ എന്തൊരു സ്ഥല പേരാ പറഞ്ഞിരുന്നേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയതായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ മൂത്താപ്പാന്റെ മക്കളും പേരക്കുട്ടികളും എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ. മൂത്താപ്പാന്റെ മകളൊരു കമ്മിയുണ്ട്, മരുമക്കളും എല്ലാവരും ഉണ്ട്. മകളൊരു കമ്മി ഉണ്ടായിരുന്നു. പിന്നെ ഓലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ ഓര് പോവാൻ വേണ്ടി നിൽക്കണേ. ഒരു വെള്ളത്തിൽ നിന്ന് കയറിയിരിക്കണം. സത്യത്തിൽ നല്ല വെള്ളം നല്ലോണം പരന്നൊലിക്കുന്നുണ്ട്. പക്ഷെ റീലിൽ കണ്ട പോലുള്ള വെള്ളമല്ല. വെള്ളം അങ്ങനെ വന്ന് ചാടണുണ്ടല്ലോ, അതില്ല. മക്കൾസിനൊക്കെ നല്ല വെള്ളത്തിലിരുന്ന് കളിക്കാം, അടിപൊളിയായിട്ട് കളിക്കാം. ഞാൻ ഇറങ്ങിയില്ല. എനിക്കെന്തോ എല്ലാവരും പാടെ നിൽക്കണ കണ്ടപ്പോൾ ഇറങ്ങാൻ തോന്നിയില്ല. അതാ സംഭവം ഉണ്ടായിരിക്കണത്. കൂട്ടിലങ്ങാടി പോയിലാകുമ്പോൾ അധികം ആളുണ്ടാവൂല എന്നൊക്കെ പറയണേക്കാൻ. ഞാൻ പോയിട്ടില്ല. ഫയർ സീറ്റ് ഇപ്പൊ അടുത്ത് 2 ദിവസം മുന്നേ പോയതായിരുന്നു. അപ്പൊ അങ്ങനെ പോവാന്ന് വെച്ചിട്ട് കൂട്ടിലങ്ങാടിക്ക് പോയിക്ക് ഇറങ്ങിയതായിരുന്നു. അതങ്ങോട്ട് മൂഞ്ചി ഇവിടെ വന്ന് നോക്കുമ്പോ. പിന്നെ ഞാനൊന്നും ഇറങ്ങിയില്ല, താത്ത ഇറങ്ങിയില്ല, അനിതമോൾ ഇറങ്ങിയില്ല. മക്കൾസൊക്കെ നല്ല വെള്ളത്തിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടോ. പിന്നെ ഞങ്ങൾ നേരെ നെല്ലിക്കപ്പറമ്പ് കണ്ടിട്ട് പോയത്. നെല്ലിക്കപ്പറമ്പ് എത്തുന്നതിന് മുന്നേ ഫാൽസ വിളിച്ചു. ഫുഡ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട്. പിന്നെ ഓരോ മക്കൾസിനൊക്കെ കുറെ ഇതാണ്ടായിരുന്നു മദ്രസ്. അങ്ങനെ അതൊക്കെ എഴുതൽ കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഇതാ തറവാട്ടിൽ തന്നെ പോയിട്ടോ. മീറ്റ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ വരികയാറാണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഒരേ ഇതിൽ എനിക്ക് പെട്ടെന്ന് തറവാട്ടിക്ക് പോന്നിട്ടോ. ഇന്ന് താത്തീറ്റും പോവുകയാണ്. താത്തീറ്റും വൈകുന്നേരം രാത്രിയായിട്ടാണ് പോണത്. ഹൈദ്രാബിന് കളിയുണ്ട്. അപ്പൊ കളി കഴിഞ്ഞിട്ട് ഹൈദ്രാബ് കൊണ്ടുപോയി കൊടുക്കാന്ന് ഇറങ്ങാണ്ട് അങ്ങനെ ഹൈദ്രാബാണ് താത്താനെ കൊണ്ടുപോയി കേട്ടോ. അപ്പൊ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.